ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ അമ്മു ചേച്ചിൻ്റെ വീട്ടിലാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വന്ന അന്ന് തന്നെ ഈവനിങ് അവർ നാട്ടിലേക്ക് പോയിരുന്നു. നമ്മളടുത്ത് കീ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ എൻ്റെ കോളേജ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കുടിച്ചു. അപ്പോൾ പോണ വഴിയിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ എന്ന് പറയുന്നത് തന്നെ ഒരു ട്രാഫിക് നിറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ആണ്. ആൻഡ് പോണ വഴിയിൽ ഒരു മരം വീണിട്ടായിരുന്നു ആദ്യത്തെ ട്രാഫിക് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോണത്. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് എവിടേക്ക് ട്രാഫിക് ഉണ്ട് എവിടേക്ക് ഇല്ല എന്ന്. അപ്പോൾ അതിൽ തന്നെ എല്ലാം കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാറിലാണ് കേട്ടോ പോണത്. നമ്മൾ ഊബർ ഒന്നും വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് കാറിലാണ് ബാംഗ്ലൂർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ എണീച്ച് പോണ ടൈം ഒരു 8:30 അല്ലെങ്കിൽ ഒരു 9 മണി ആ ടൈം ആയിട്ടുണ്ടാവും. അത്യാവശ്യം വെയിലുണ്ടെങ്കിലും ആ വെയിലിൻ്റെ ചൂട് അറിയണില്ല. പക്ഷെ നല്ല തണുപ്പുള്ള കാറ്റും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. ആകെ പ്രശ്നമായത് ആ ട്രാഫിക് മാത്രമാണ്. ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. Hi, Ami. I am Sima. I eat Ami. Hi, Ami. Hi, Mina. നിന്റെ കോളേജ് കാണാൻ പോവാണ്. നമുക്ക് പോണ വഴി ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ എപ്പോഴാണ് നമ്മളെ ഗൂഗിൾ അമ്മായി ചതിക്കുക എന്ന് പറയാൻ പറ്റൂല. മാത്രമല്ല പോണ ഒരു ഏകദേശം എല്ലാ റോഡുകളായാലും ബിൽഡിങ്സ് ആയാലും ഒക്കെ ഒരുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ, സ്വാഭാവികമാണ്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ എല്ലതും കൺഫ്യൂഷൻ ആയിരുന്നു. എല്ലതും ഒരുപോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. വഴി തെറ്റിയോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൃത്യം എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മളെ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് അഡ്മിഷൻ്റെ കാര്യത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചിയും ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ അവിടെ ആദ്യം കാറ് നിർത്തിയിട്ട് അവിടെ പേര് എഴുതി ഒപ്പിടാണ്ടായിരുന്നു. അങ്ങനെ അതിന് പോയി. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് അഡ്മിഷൻ ബ്ലോക്കിലേക്കാണ് പോണതെങ്കിലും ആദ്യം കണ്ടത് സ്കൂൾ ക്യാൻറ്റീൻ ആയിരുന്നു. പക്ഷെ അങ്ങോട്ട് കയറിയിട്ടില്ല. അതിന് തന്നെ പോയത് അഡ്മിഷൻ ബ്ലോക്കിലേക്ക് തന്നെ. അങ്ങനെ അവരായിട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അങ്ങനെ അവർ നമുക്ക് കോളേജ് ഫുള്ളും ചുറ്റിക്കറക്കി കാണിച്ചു തന്നു. അങ്ങനെ ഫുൾ കോളേജ് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. ഇനി പോണ ദിവസം കോളേജ് ഫുള്ളും കണ്ടിട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ കൂടി ഉണ്ടാവും. ക്യാമ്പസൊക്കെ കണ്ടതിന് ശേഷം പിന്നെ പോയത് ഹോസ്റ്റൽ കാണാനാണ്. ഹോസ്റ്റൽ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. ഹോസ്റ്റൽ വേണോ PG വേണോ എന്നുള്ളതിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും വേണ്ടില്ല, രണ്ടും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം പോയത് നമ്മൾ ഹോസ്റ്റൽ കാണാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് ക്യാമ്പസിൻ്റെ പുറത്ത് തന്നെ അടുത്തായിട്ട് ഒരു PGയും കൂടി ഉണ്ട്. അതും കൂടി കാണാൻ പോയി. അപ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ട് തോന്നുന്നത് കോളേജിൻ്റെ ഹോസ്റ്റൽ തന്നെയാണ്. അപ്പോൾ പിന്നെ അതിന് അഡ്വാൻസ് കൊടുത്ത് അതിൽ തന്നെ സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചു. സീറ്റല്ല, റൂം ബുക്ക് ചെയ്ത് വെച്ചു.
സൂക്ഷിക്കണം. ഹായ്. ഹോസ്റ്റലിന്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി പുറത്തുള്ള PGക്ക് പോയിരുന്നു. അവിടുന്ന് ചെറിയ രീതിയിൽ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് ഇതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമ്പസിന്റെ പുറത്ത് തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ നമ്മൾ പോവാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.